Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദിസ് കീവേഡിന്റെ യൂസസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ദിസ് കീവേഡ് എന്താണ്, മെയിൻ ആയിട്ട് അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ വേറെ കുറച്ച് യൂസുകളൂടെ ഉണ്ട് ദിസ് കീവേഡ്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് യൂസേജ് ആണ് ടു റെഫർ കറന്റ് ക്ലാസ് ഇൻസ്റ്റൻസ് വേരിയബിൾ. കറന്റ് ക്ലാസ് ഇൻസ്റ്റൻസ് വേരിയബിളിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് കീവേഡ് യൂസ് ചെയ്യുന്നു. അതെങ്ങനെയാണെന്നൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ദിസ് ഡെമോ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു മെയിൻ ഫംഗ്ഷനുമായിട്ട്. ഇതിനകത്ത് തന്നെ ഞാൻ ഇന്റ് ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ഇനി ഇതിനകത്തൊരു ഫംഗ്ഷൻ വിളിക്കുകയാണ് void set value. അതിനകത്ത് ഞാൻ ഐ എന്ന് പറഞ്ഞൊരു സെയിം വേരിയബിൾ നെയിം വെച്ച് തന്നെ ഒരു പാരാമീറ്റർ പാസ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുക, ഈ പാസ് ചെയ്ത് വരുന്ന ഈ ഐയെ ഈ ഐക്കകത്തോട്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യും. ഓക്കെ, അത് നമ്മൾ എങ്ങനെ കൊടുക്കുക, ഐ ഈക്വൽ ടു ഐ, അതായത് ഈ ഐക്കകത്തോട്ട് നമ്മൾ ഈ പാസ് ചെയ്ത് വരുന്ന ഈ ഐയെ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിനകത്ത് ഞാൻ വേറൊരു ഫംഗ്ഷൻ കൂടെ എഴുതുകയാണ് ഈ ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ void ഷോയ്ക്കകത്ത് ഒരു സിസ് ഔട്ട് കൊടുത്തിട്ട് ഐ പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോ എന്താണ്, നമുക്കിപ്പോ ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. ദിസ് ഡെമോയുടെ ഒരു ഒബ്ജക്റ്റ് ഞാൻ ഈ മെയിൻ ഫംഗ്ഷനിൽ ക്രിയേറ്റ് ചെയ്യാണ്, ഈക്വൽ ടു ദിസ് ഡെമോ. ഓക്കെ, കൊടുത്തു. ഇനി എന്താണ്, td ഡോട്ട് സെറ്റ് വാല്യൂ. സെറ്റ് വാല്യൂ ഫംഗ്ഷനകത്ത് ഞാനൊരു ആർഗ്യുമെന്റ് പാസ് ചെയ്തു. അതായത് ആർഗ്യുമെന്റ് എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്, ഒരു ഇന്റിജർ ആണ് അല്ലെ. അപ്പൊ ഞാനൊരു ഇന്റിജർ വാല്യൂ പാസ് ചെയ്തു. അപ്പൊ എന്ത് പറ്റും, 100 എന്നുള്ള വാല്യൂ പാസ് ചെയ്യും. അതിനുശേഷം ഞാൻ ഷോ ഫംഗ്ഷൻ വെച്ചിട്ട് അത് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇതിപ്പോ എന്ത് പറ്റും, ഇതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, സെറ്റ് വാല്യൂവിനകത്ത് ഞാൻ 100 പാസ് ചെയ്തു. അപ്പൊ 100 ഇവിടെ വരും. 100 ഇവിടെ വന്നിട്ട് ഈ ഐക്കകത്തോട്ട് ഈ പാസ് ചെയ്ത് വന്ന 100 ഇനിഷ്യലൈസ് ആയി. അത് കഴിഞ്ഞ് ഞാൻ ഷോ ഐ കൊടുക്കുമ്പോൾ 100 പ്രിന്റ് ആവണം, ശരിയല്ലേ. അപ്പൊ നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യുമ്പോൾ 100 ആയിരുന്നു പ്രിന്റ് ആവേണ്ടത്, പക്ഷെ 0 ആണ് പ്രിന്റ് ആയത്. അപ്പൊ എന്തായിരിക്കും ഇവിടെ ഇങ്ങനെ വന്നത്, ഇതിപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ ഐ ഈക്വൽ ടു ഐ എന്ന് കൊടുത്ത അവിടെ ഒരു വാർണിംഗ് കാണിക്കുന്നുണ്ട്, അസൈൻമെന്റ് ടു വേരിയബിൾ ഐ ഹാസ് നോ എഫക്ട്. കാരണം എന്താണ്, അപ്പൊ നമ്മൾ ഈ ഐക്കകത്തോട്ട് ഈ പാസ് ചെയ്ത് വന്ന ഐ കൊടുത്തു അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ ക്ലാസ് വേരിയബിളിനകത്തോട്ട് ഈ പാസ് ചെയ്ത് വന്ന ഐ ആണ് നമ്മൾ കൊടുത്തത്. പക്ഷെ കമ്പൈലറിന് ഈ രണ്ട് ഐയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായോ, ക്ലാസ് വേരിയബിൾ ഏതാണ് ഈ ഐ ഏതാണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ ക്ലാസ് വേരിയബിളിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാം, ശരിയല്ലേ. അപ്പോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ദിസ് കീവേഡ് യൂസ് ചെയ്യാം. അതായത് കറന്റ് ക്ലാസ് വേരിയബിളിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ദിസ് കീവേഡ് യൂസ് ചെയ്യാം. അപ്പൊ കറന്റ് ക്ലാസ് വേരിയബിളിന് മുന്നേ ഞാനൊരു ദിസ് എന്ന് കൊടുത്തിട്ട് ദിസ് ഡോട്ട് ആ വേരിയബിൾ. മനസ്സിലായല്ലോ, കറന്റ് ക്ലാസ് വേരിയബിൾ എന്ന് വെച്ചാൽ എന്താണ്, കറന്റ് ക്ലാസ് എന്ന് പറയുന്നത് ദിസ് ഡോട്ട്, അതിന്റെ വേരിയബിൾ ഏതാണ്, ഇത്. ഈ ഐ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്, ഇത് പാസ് ചെയ്ത് വരുന്നതാണ്, ശരിയല്ലേ. അപ്പൊ ഈ ക്ലാസ്സിനകത്തെ ഈ വേരിയബിൾ, അതായത് കറന്റ് ക്ലാസ് വേരിയബിളിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ദിസ് കീവേഡ് യൂസ് ചെയ്യാം. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. വന്നത് കണ്ടോ, ആദ്യത്തെ ദിസ് കീവേഡിന്റെ യൂസേജ് മനസ്സിലായല്ലോ, കറന്റ് ക്ലാസ് വേരിയബിളിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ യൂസേജ് നോക്കാം, കറന്റ് ക്ലാസ് മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കറന്റ് ക്ലാസ് മെത്തേഡിനെ എങ്ങനെയാണ് ദിസ് കീവേഡ് വെച്ച് ഇൻവോക്ക് ചെയ്തത് നോക്കാം. അപ്പൊ ഞാൻ ഇതൊക്കെ കളയാണ്, ഇത് ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി ഞാനിപ്പോ ഇതിനകത്ത് രണ്ട് മെത്തേഡ് എഴുതാണ്. ആദ്യത്തെ മെത്തേഡ് void display എന്നൊരു മെത്തേഡ്. ഇതിന്റെ അകത്ത് ഞാൻ ജസ്റ്റ് ഒരു സിസ് ഔട്ട് കൊടുക്കുകയാണ്, ഈ ഡിസ്പ്ലേ കൊടുക്കും. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ഒരു മെത്തേഡ് കൂടെ കൊടുക്കുകയാണ്, void show. ഇനി ഈ ഷോയ്ക്കകത്തുനിന്ന് ഞാൻ ഡിസ്പ്ലേ വിളിക്കുകയാണ്, മെയിനിൽ നിന്ന് വിളിക്കാതെ ഞാൻ ഈ ഷോ ഫംഗ്ഷനിൽ നിന്ന് ഈ ഡിസ്പ്ലേ വിളിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് വിളിക്കുക, ജസ്റ്റ് ഡിസ്പ്ലേ എന്ന് ഇവിടെ കോൾ ചെയ്താൽ മതി. ഓക്കെ, കൊടുത്തു. ഇനിയിപ്പോ എന്താണ്, ഞാനിപ്പോ ഈ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ഈ ഡിസ്പ്ലേ വിളിക്കണ്ട, ഷോയെ വിളിച്ചാൽ മതി. ഷോ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസ്പ്ലേ വിളിച്ചോളൂ, ശരിയല്ലേ. അപ്പൊ td ഡോട്ട് ഷോ വിളിക്കാം. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് പറ്റണം, ഷോയെ വിളിക്കുമ്പോൾ ഷോയ്ക്കകത്ത് എൻ്റർ ചെയ്യും. ഷോയ്ക്കകത്ത് വേറെ ഒന്നുമില്ല, ഡിസ്പ്ലേ ഫംഗ്ഷനെ വിളിക്കുന്നുള്ളൂ. ഇത് ഡിസ്പ്ലേ ഫംഗ്ഷൻ കോൾ ആവും, ഇൻ ഡിസ്പ്ലേ എന്നുള്ളത് പ്രിന്റ് ആവും, ശരിയല്ലേ. ഞാൻ പ്രിന്റ് ചെയ്യുമ്പോൾ ഇൻ ഡിസ്പ്ലേ വന്നു. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ യൂസേജ്, അതായത് കറന്റ് ക്ലാസ് മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് കീവേഡ് യൂസ് ചെയ്യാന്ന്. നിങ്ങൾ ചോദിക്കുന്നു എവിടെയാണ് ഇതിനകത്ത് ദിസ് കീവേഡ് യൂസ് ചെയ്തത്. അതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് ഇപ്പൊ ഒരു മെത്തേഡിനെ, കറന്റ് ക്ലാസ് മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യാനാണെങ്കിൽ നമ്മളിപ്പോ ദിസ് കീവേഡ് യൂസ് ചെയ്തില്ലെങ്കിലും കമ്പൈലർ ഓട്ടോമാറ്റിക് ആയിട്ട് ദിസ് കീവേഡ് ആഡ് ചെയ്യും. അതായത് വെറുതെ ഡിസ്പ്ലേ എന്ന് വിളിക്കുന്നതും ദിസ് ഡോട്ട് ഡിസ്പ്ലേ എന്ന് വിളിക്കുന്നതും സെയിം ആണ്. കാണിച്ചു തരാം.
കണ്ടോ? അപ്പൊ നമ്മളിവിടെ മെത്തേഡിന്റെ കേസിൽ മാത്രം ഇങ്ങനെ ദിസ് കൊടുത്തില്ലെങ്കിലും കമ്പൈലർ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ആഡ് ചെയ്തോളും. മനസ്സിലായല്ലോ? ഇതാണ് രണ്ടാമത്തെ യൂസേജ്, കറന്റ് ക്ലാസ് മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യാൻ. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ യൂസേജ്, ഇൻവോക്ക് കറന്റ് ക്ലാസ് കൺസ്ട്രക്ടർ. കറന്റ് ക്ലാസ് കൺസ്ട്രക്ടറിനെ എങ്ങനെയാണ് ഇൻവോക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോ ഈ രണ്ട് ഫംഗ്ഷൻ ഞാൻ കളയാണ്, ഇതും കളയാണ്. എന്താണ് ഈ ഡിസ്ഡിമോടെ ഞാനൊരു ഡീഫോൾട്ട് കൺസ്ട്രക്ടറും പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് ഇതിനെ കോൾ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സിസ് ഔട്ട് കൊടുക്കുകയാണ്. ഡീഫോൾട്ട് കൺസ്ട്രക്ടറിന് കൊടുത്തു. ഇനി നമ്മളൊരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. ഇതിനകത്തൊരു പാരാമീറ്റർ ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് ആ എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ ഞാൻ ഇതിനകത്ത് ഞാനൊരു പാരാമീറ്റർ പാസ് ചെയ്യാണ്, 100. ഈ 100 പാസ് ചെയ്യുമ്പോൾ ഇതിനെന്താ പറ്റുക? ഇവിടെ നിന്ന് ഈ 100 പാസ് ചെയ്യുന്നത് കൊണ്ട് ഇത് ചെക്ക് ചെയ്യും. ഇതിനകത്ത് പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അത് ഈ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും. ഇതിനകത്ത് ഒരു പാരാമീറ്റർ ഉണ്ട്, ശരിയല്ലേ? ഒരു പാരാമീറ്റർ ഉള്ള കൺസ്ട്രക്ടർ ഏതാണ്? ഇതല്ലേ? ഇതിനെ കോൾ ചെയ്യും, ശരിയല്ലേ? ഈ 100 എന്ന് പറയുന്നത് ഇവിടെ വരും, ഏക്കകത്ത് വരും. എന്നിട്ട് ഇവിടെ 100 പ്രിന്റ് ആവും. മനസ്സിലായല്ലോ? ഇനിയിപ്പോ ഇവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്കിപ്പോ ഈ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് വേണം? നമ്മൾ ഈ കൺസ്ട്രക്ടറിൽ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ദിസ് കൊടുത്താൽ മതി. ദിസ് കൊടുക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കറന്റ് ക്ലാസ് കൺസ്ട്രക്ടറിനെ, അതായത് ഇതിനെ കോൾ ചെയ്യുന്നു. മനസ്സിലായല്ലോ? എങ്ങനെയാണെന്ന് കാണിക്കാം. ഇപ്പൊ നമ്മൾ റൺ ചെയ്യുമ്പോൾ ഈ ഡീഫോൾട്ട് കൺസ്ട്രക്ടറും വന്നു, 100 വന്നു. കാരണം എന്താണ്? 100 പാസ് ചെയ്തപ്പോൾ ഇവിടെ വന്നു. അപ്പൊ എന്താണ്? ആദ്യത്തെ ആർഗ്യുമെന്റ് ദിസ് ആണ്. എന്ത് പറ്റും? ഇവിടെ വരും, ഇത് പ്രിന്റ് ചെയ്യും, എന്നിട്ട് എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. ഈ ദിസ് നമ്മൾ വിളിച്ചില്ലെങ്കിൽ ജസ്റ്റ് 100 എന്നുള്ള വാല്യൂ മാത്രമേ പ്രിന്റ് ചെയ്യത്തുള്ളൂ. കണ്ടോ? അപ്പോ ദിസ് കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കറന്റ് ക്ലാസ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യാം. അപ്പോൾ കറന്റ് ക്ലാസ് വേരിയബിളിനെ എങ്ങനെയാണ്, കറന്റ് ക്ലാസ് മെത്തേഡിനെ എങ്ങനെയാണ്, കറന്റ് ക്ലാസ് കൺസ്ട്രക്ടറിനെ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നാലാമത്തെ യൂസേജ്, ടു പാസ് ആസ് ആൻ ആർഗ്യുമെന്റ് ഇൻ മെത്തേഡ്. ഒരു മെത്തേഡിനകത്ത് നമുക്കൊരു ആർഗ്യുമെന്റ് ആയിട്ട് വേണമെങ്കിൽ ഈ ദിസ് കീവേഡ് യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ കളയാണ്. ഓക്കെ, ഇത് മാറ്റാണ്. എന്നിട്ട് ഇതിനകത്ത് ഒരു മെത്തേഡ് എഴുതാണ്, വോയിഡ് m1. ഒരു മെത്തേഡ്. ഈ മെത്തേഡിനകത്ത് ഈ ക്ലാസിന്റെ റെഫറൻസ് ആണ് ഞാൻ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നത്. ഈ ക്ലാസിന്റെ റെഫറൻസ് കൊടുത്തു. എന്നിട്ട് ഇതിനകത്ത് സിസ് ഔട്ട് ഈ m1 കൊടുത്തു. ഇനി ഞാൻ വേറൊരു മെത്തേഡോട് ഇവിടെ കൊടുക്കുകയാണ്, m2. വോയിഡ് m2 കൊടുത്തു. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ പോയിന്റ്. അതായത് നമ്മുടെ ഇതെന്താണ്? നാലാമത്തെ യൂസ് എന്താണ്? ഒരു ആർഗ്യുമെന്റ് ആയിട്ട് നമുക്ക് മെത്തേഡിൽ പാസ് ചെയ്യാം, ശരിയല്ലേ? ഒരു ആർഗ്യുമെന്റ് ആയിട്ട് നമുക്ക് പാസ് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടുന്ന് ഈ m2 ഫംഗ്ഷനെ വിളിക്കുകയാണെന്ന് വിചാരിക്കാം. m2നെ വിളിച്ചു. ഓക്കെ, ഇനി m2നകത്തുനിന്ന് എനിക്ക് m1നെ വിളിക്കണം. അപ്പൊ എങ്ങനെ കൊടുക്കും? നമ്മൾ ഇതിനകത്തുനിന്ന് m1നെ കൊടുക്കും, ശരിയല്ലേ? ഇതിനകത്ത് ഒരു എറർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ m1ന് ഒരു പാരാമീറ്റർ ഉണ്ട്, അതായത് ആ ക്ലാസിന്റെ റെഫറൻസ്, ശരിയല്ലേ? ഇവിടെ പാരാമീറ്റർ ആയിട്ട് നമുക്ക് ആർഗ്യുമെന്റ് ആയിട്ടും ദിസ് പാസ് ചെയ്യാം. അപ്പൊ ഇവിടെ വേണമെങ്കിൽ ഞാൻ ദിസ് എന്ന് പാസ് ചെയ്താൽ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. m1 എന്താണ് നമ്മുടെ നാലാമത്തെ യൂസേജ്? ഒരു മെത്തേഡില് ആർഗ്യുമെന്റ് ആയിട്ട് നമുക്ക് പാസ് ചെയ്യാം. മനസ്സിലായല്ലോ? അതായത് ഈ മെത്തേഡിനകത്ത് ഒരു ആർഗ്യുമെന്റ് ആയിട്ട് നമുക്ക് പാസ് ചെയ്യാം. ഇതാണ് ഇതിന്റെ നാലാമത്തെ യൂസേജ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ അഞ്ചാമത്തെ യൂസ് എന്താണ്? ടു പാസ് ആസ് ആർഗ്യുമെന്റും കൺസ്ട്രക്ടർ കോൾ. അതായത് കൺസ്ട്രക്ടർ കോളിനകത്ത് നമുക്ക് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യാം. നേരത്തെ എന്താ പറഞ്ഞത്? മെത്തേഡിനകത്ത് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കൺസ്ട്രക്ടർ കോളിലും ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ വന്നിട്ട് ഈ രണ്ട് മെത്തേഡ് ഞാൻ കളയാണ്. എന്താണ് ഇത്? കൂടാതെ ഞാൻ വേറൊരു ക്ലാസ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ക്ലാസ് ടെസ്റ്റ്. ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് ഇതിന്റെ ഒരു കൺസ്ട്രക്ടർ കൊടുക്കുകയാണ്. ഇനി കൺസ്ട്രക്ടറിനകത്ത് ആർഗ്യുമെന്റ് ആയിട്ട് വരുന്നത് എന്റെ മുമ്പത്തെ ക്ലാസ്സിലെ ഈ ക്ലാസ്സിന്റെ ഒരു റെഫറൻസ് ആണ്. ഓക്കെ, ഈ ക്ലാസ്സിന്റെ ഒരു റെഫറൻസ് ആണ് ഇതിന്റെ ആർഗ്യുമെന്റ് എന്ന് വിചാരിക്കാം. കൊടുത്തു. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യുന്നുണ്ടോ എന്ന് കാണിക്കാൻ സിസ് ഔട്ട് കൊടുത്തു.
ടെസ്റ്റ് കൺസ്ട്രക്ടർ. ഓക്കെ, ഇനിയിപ്പോ എന്റെ ക്ലാസ്സിൽ വന്നിട്ട് എന്റെ ദിസ് ഡെമോ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ വന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ കൊടുക്കുകയാണ്. void m1 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൊടുത്തു. സോറി, m1 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതി. ഈ ഫംഗ്ഷനകത്ത് ഞാൻ ഈ ടെസ്റ്റ് ക്ലാസിന്റെ, അതായത് നമ്മുടെ ഈ ടെസ്റ്റ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അതായത് എനിക്ക് ഈ m1 ക്ലാസ്സിൽ നിന്ന് ഈ ടെസ്റ്റ് ക്ലാസ്സിനെ വിളിച്ചാൽ മതി. അപ്പോ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനിയിപ്പോ ഞാനിപ്പോ ഈ മെത്തേഡ്, അതായത് ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു ക്ലാസ് ഉണ്ട് ദിസ് ഡെമോ. അതിനകത്ത് m1 എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, ഒരു സ്റ്റാറ്റിക് മെയിൻ മെത്തേഡും ഉണ്ട്. അപ്പൊ ഇതിനകത്തുനിന്ന് ഞാൻ ഈ m1 മെത്തേഡിനെ വിളിക്കുകയാണ്. m1നെ വിളിച്ചു. ഓക്കെ, m1നെ വിളിക്കുമ്പോൾ എന്ത് പറ്റും? അത് ഇതിനകത്ത് വരും. ഇനി എനിക്ക് ഈ മെത്തേഡ് നിന്നുകൊണ്ട് തന്നെ എന്റെ ടെസ്റ്റ് ക്ലാസിന്റെ കൺസ്ട്രക്ടറിനെ വിളിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ആ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എനിക്കിപ്പോ രണ്ട് ക്ലാസ് ഉണ്ട്, അതായത് ദിസ് ഡെമോയും ഉണ്ട്, ടെസ്റ്റും ഉണ്ട്. ടെസ്റ്റിനകത്ത് ഒരു കൺസ്ട്രക്ടർ ഉണ്ട്. ഓക്കെ, എന്റെ ദിസ് ഡെമോയ്ക്കകത്ത് ഒരു ഫംഗ്ഷനും ഉണ്ട്. ഇതിന്റെ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ഞാൻ ഈ ക്ലാസ്സിലെ തന്നെ ഒരു മെത്തേഡിനെ വിളിച്ചു. ആ മെത്തേഡിനകത്ത് നിന്നുകൊണ്ട് എനിക്കിപ്പോ മറ്റേ ക്ലാസ്സിന്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യണമെന്ന് വിചാരിക്കും. മനസ്സിലായല്ലോ? ഇവിടെ എറർ വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണ് ഉള്ളത്, അല്ലെ? അപ്പൊ അവിടെ നമ്മൾ എന്തെങ്കിലും പാരാമീറ്റർ പാസ് ചെയ്യണം. എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു റെഫറൻസ് ആയിട്ട് എന്തെങ്കിലും പാരാമീറ്റർ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ദിസ് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇൻ ടെസ്റ്റ് കൺസ്ട്രക്ടറിനകത്തോട്ട് വന്നു. മനസ്സിലായല്ലോ? ഇപ്പൊ രണ്ട് ക്ലാസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ കറണ്ട് ക്ലാസ്സിലെ ഒരു മെത്തേഡിൽ നിന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിന്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ പാരാമീറ്റർ ആയിട്ട് എന്താ ഉള്ളത്? നമ്മുടെ മറ്റേ ക്ലാസ്സിന്റെ റെഫറൻസ് അല്ലേ? അപ്പൊ നമുക്ക് അതിന് പകരം വേണമെങ്കിലും ദിസ് പാസ് ചെയ്യും. മനസ്സിലായല്ലോ? ഇതാണ് അഞ്ചാമത്തെ യൂസേജ്. ഇനി ആറാമത്തെ യൂസേജ് നോക്കാം. അതായത് ദിസ് കീവേഡ് ക്യാൻ ബി യൂസ്ഡ് ടു റിട്ടേൺ കറണ്ട് ക്ലാസ് ഇൻസ്റ്റൻസ്. കറണ്ട് ക്ലാസിന്റെ ഇൻസ്റ്റൻസിനെ റിട്ടേൺ ചെയ്യാൻ വേണമെങ്കിലും നമുക്ക്, അതായത് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് ദിസ് കീവേഡ് യൂസ് ചെയ്യാം. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഫുള്ള് കളയട്ടെ, ഈ ക്ലാസ് നമുക്ക് വേണ്ട. ഓക്കെ, ഇത് കളഞ്ഞു. ഇനി ഇതിനകത്ത് അപ്പൊ ഇതിനകത്ത് ഞാനൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാണ്. m1 എന്ന് പറഞ്ഞൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ സാധാരണ എന്താണ് നമ്മൾ void m1 string m1 അങ്ങനെയല്ലേ കൊടുക്കുന്നത്. എന്റെ എന്ന് പറയുന്നത് എന്റെ ക്ലാസിന്റെ ടൈപ്പ് തന്നെയാണ് എന്റെ മെത്തേഡ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ടെസ്റ്റ് ഡെമോ, അതായത് എന്റെ മെത്തേഡിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഈ ക്ലാസ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ ദിസ് ഡെമോ കൊടുത്തു. ഇനി ഇതിനകത്തുനിന്ന് ഞാനിപ്പോ ഈ മെത്തേഡിനെ വിളിക്കുമ്പോൾ എന്താ പറ്റുക? td ഡോട്ട് എനിക്കിപ്പോ m1 വിളിക്കണം. m1 വിളിക്കുമ്പോ m1 ഇവിടെ m1നകത്തോട്ട് ഇത് വരും. നമുക്കിത് എൻ്റർ ആവുന്നുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു സിസ് ഔട്ട് കൊടുക്കാം. പിന്നെ m1 കൊടുത്താൽ മതി. ഓക്കെ, കൊടുത്തു. ഇനിയിപ്പോ ഇതിന്റെ എന്താണ് റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് അല്ലേ? അപ്പൊ നമ്മൾ എന്തെങ്കിലും റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. void ആണെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണ്ടായിരുന്നു. നമുക്ക് റിട്ടേൺ ദിസ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇൻ m1 മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഒരെണ്ണത്തിന്റെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ ദിസ് കീവേഡ് യൂസ് ചെയ്യാം. ജസ്റ്റ് ഇതിനകത്ത് എൻ്റർ ചെയ്യുന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ m1 കൊടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ക്ലാസിന്റെ, അതായത് നമ്മുടെ കറണ്ട് ക്ലാസിന്റെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ ദിസ് കീവേഡ് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ലാസ്റ്റ് യൂസ്. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ആദ്യത്തെ മൂന്നെണ്ണം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ലാസ്റ്റ് മൂന്നെണ്ണം നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറില്ല. കാരണം നമ്മൾ വലിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുമ്പോഴും അതുപോലത്തെ കോംപ്ലക്സ് ആപ്ലിക്കേഷൻസിലൊക്കെ അതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.